everything that you ever dreamed of, disappearing when you wake up. But there's nothing to be afraid of, even when the night changes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു സ്റ്റഡി വ്ളോഗാണെന്ന് വിചാരിച്ചു. ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നില്ല. പെട്ടെന്ന് ഒരു ഇമ്പൾസ് തോട്ടിൽ ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ ഒരു സ്റ്റഡി സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ തോന്നിയത്. എനിവേ ക്ലാസ് കാണാൻ വേണ്ടി യൂട്യൂബ് തുറന്നതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ ചാനൽ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സ്ക്രോൾ ചെയ്തത്. ഞാനൊരു ബി.ടെക് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. ഫൈനൽ എക്സാമാണ്, എസ്.ഐ.ടിയിലെ എക്സാമാണ്. അപ്പോൾ ഫസ്റ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന സബ്ജക്റ്റാണ്. അപ്പോൾ അതിനൊരു ക്ലാസ് കാണാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കിയപ്പോൾ ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ എപ്പോഴും ആഡാണ്. ഒരു പോർഷനിൽ ഡൗട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് അതിൽ നോട്ട് പ്രിപ്പയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്ത ശേഷം ഞാൻ പിന്നെ അതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പം ഞാൻ എപ്പോഴും പഠിക്കുമ്പോൾ നടന്നിട്ടാണ് പഠിക്കുക. അപ്പോൾ അത് ടൈം ലാപ്സിൽ ഷൂട്ട് ചെയ്താണ്. അതുപോലെ തന്നെ പിന്നെ ഞാൻ പിന്നെയും നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ നോട്ട് പ്രിപ്പയർ ചെയ്താൽ പിന്നെ പഠിക്കാൻ പോകും, നടന്നിട്ടാണ് പഠിക്കുക. അപ്പോൾ ഇതിങ്ങനെ ലൂപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ടാബിലായതുകൊണ്ട് ഞാൻ വീഡിയോൻ്റെ ഒപ്പം തന്നെ നോട്ട് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് പോകും. അല്ലെങ്കിൽ ചില ടോപ്പിക്സ് ഞാൻ നോട്ടിൽ എഴുതിയെടുക്കാറാണ്. ഇതുപോലെ ഇതിലുള്ളതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ ഇത് തന്നെ മാർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഫ്രഷ് ആയിട്ടാണ് പിന്നെ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ മറന്നു. അപ്പോൾ ഞാനെന്നാൽ സ്റ്റഡീസിനായിട്ടൊന്ന് ബ്രേക്ക് എടുത്തിട്ട് എൻ്റെ സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യാൻ വന്നതാണ്. ഞാൻ നിവ്യൻ്റെ ഒരു മിൽക്ക് റേഞ്ചിൽ വരുന്ന ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ മോയ്സ്ചറൈസർക്ക് പോവാണ്. ഞാൻ എമേലിൻ വന്ന മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയതാണ്, പക്ഷേ ഞാൻ അങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര നല്ല മോയ്സ്ചറൈസറായിട്ട് തോന്നിയത്. പക്ഷേ വാങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറേ റിവ്യൂസ് കണ്ടു, ഇത് ആക്റ്റൊക്കെ വരുത്തുന്നുണ്ടെന്ന്. പക്ഷേ എനിക്ക് വന്നിട്ടില്ല. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 1 വീക്കായി യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ പാച്ചസ് ചെയ്തിട്ട് ചെയ്യുക. അടുത്തത് പിന്നെ ലിബാമാണ്. ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിബാമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ എൻ്റെ സിസ്റ്ററിന് വാങ്ങിക്കൊടുത്താണ്, പക്ഷേ ഞാൻ വെറുതെ യൂസ് ചെയ്യണം. അപ്പോൾ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചാൽ വിചാരിച്ചിട്ട് അങ്ങനെ ക്യാമറയിൽ പിടിച്ച് കാണിച്ചതാണ്. അപ്പോൾ എനിക്കിത് നല്ല പ്രൊഡക്റ്റായിട്ട് തോന്നിയില്ല. എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ്. അങ്ങനെ മോയ്സ്ചറൈസർ തരുന്ന പോലെ എനിക്ക് തോന്നിയില്ല. നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. സ്കിൻ കെയർ ഒക്കെ ചെയ്ത് വന്നപ്പോൾ സിസ്റ്റർ മാംഗോയിൽ ഉപ്പുമുളകൊക്കെ ഇട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടോ? അപ്പോൾ അതാണ് എൻ്റെ സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, ഡിസ്ട്രിബ്യൂട്ടീവ് കമ്പ്യൂട്ടിങ്. പിന്നെ വീണ്ടും സ്കിൻ കെയർ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചധികം ഗ്യാപ്പ് എടുത്തിട്ടാണ് പിന്നെ പഠിക്കാൻ കയറുന്നത്. നേരത്തെ പഠിച്ച സ്ഥലത്ത് നിന്ന് ഒരു ചേഞ്ച് ആവട്ടെ വിചാരിച്ചിട്ടാണ് ഫ്രണ്ട് റൂമിൽ വന്ന് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്ത ക്ലിപ്പിൽ എൻ്റെ സിസ്റ്ററിന് കാണിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞത് നമ്മൾ ഭക്ഷണം തുറന്ന് ഈച്ച വിട്ടിട്ട് നടക്കില്ല, അതേപോലെ ഉണ്ട്. ഒന്നാമത് ടൈം ലാപ്സിനെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ സ്പീഡിലാവുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ പഠിച്ച് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ജേർണൽ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ബുള്ളറ്റ് ജേർണൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലിപ്പ് ത്രൂ വേറൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇയറിൽ നമ്മൾ ഒരു പിക്സൽ പോലെ ആ ദിവസം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഹാപ്പി ആയിരുന്നോ, സാഡ് ആയിരുന്നോ, നോർമലാണോ, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ ചെയ്തത്. പിന്നെ അടുത്തത് പറഞ്ഞാൽ സ്കിൻ കെയർ ട്രാക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്തുകൊണ്ട് ഗ്രീനിലാണ്, ചെയ്യാപ്പോൾ വേറെ കളറിലായിരിക്കും. അങ്ങനെയൊക്കെയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ജേർണൽ ചെയ്യാൻ. പിന്നെ വിചാരിച്ചു എന്തായാലും ബോറടിക്കുകയാണ്, അപ്പം എന്നാൽ പിന്നെ നമുക്കൊരു ജേർണലൊക്കെ ചെയ്തേക്കാം വിചാരിച്ചു അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഒരു മോഡ്യൂൾ ഏകദേശം കവറായി. അപ്പോൾ തന്നെ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. കാരണം പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ എങ്ങനെ വരിക, പിന്നെ എത്ര തവണ അത് റിപ്പീറ്റായി വന്നിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ചു ഞങ്ങൾ വിളിക്കുക. അപ്പം അച്ചു വന്നത് 24 മണിക്കൂറും എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാനും പിന്നെ തന്നെയാണ് ഫുഡ് ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട്. നല്ല അടിപൊളിയാണ്. പിന്നെയും അത് അച്ഛനെ നോക്കിയിട്ട് പിന്നെയും പഠിക്കായിരുന്നു. അപ്പം പിന്നെ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്ത ടോപ്പിക്സാണ് പേപ്പറിൽ എഴുതി വെച്ചത്. പിന്നെയും ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കി ഇങ്ങോട്ട് നോക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കിപ്പം തോന്നിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് റെഫർ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടും നല്ലതാണ്. പക്ഷേ എല്ലാ എക്സാമിനും അങ്ങനെ തന്നെ വരുന്നല്ല, എന്നാലും ഒരുവിധം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ അതിൽ കവറാവും. അപ്പോൾ നിങ്ങളങ്ങനെ ട്രൈ ചെയ്യുന്നവരായിരിക്കും, കാരണം എല്ലാവരും പഠിക്കുമ്പോൾ പ്രീവിയസ് നോക്കാതിരിക്കില്ല. ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്.
അപ്പോൾ ഞാൻ ഇപ്പോൾ റിവൈസ് ചെയ്യാണ് ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇപ്പം ഓർമ്മ ഇട്ടാത്തപ്പോഴാണ് സൈഡിലിങ്ങനെ കൊട്ടുന്നതൊക്കെ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഗ്രീൻ കളർ മാർക്ക് ചെയ്യും. ഇനി അറിയാത്തതാണെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്യും. അപ്പോൾ എന്തായാലും അത് കിട്ടിയ 2 ക്വസ്റ്റ്യൻ. സോ അപ്പോൾ അതിൽ നോക്കിയിട്ട് മാർക്ക് ചെയ്യാണ്. കഴിഞ്ഞത് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. കവർ ചെയ്ത ടോപ്പിക്സിൽ ഒരു ടോപ്പിക്ക് എഴുതി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ടോപ്പിക്കും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്. റിവൈസ് ചെയ്യുമ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഞാനപ്പോൾ ബുക്ക് എടുത്ത് എഴുതും. കാരണം ന്യൂമറിക്കൽ പ്രോബ്ലംസും ഡയഗ്രാമൊക്കെയുള്ള ഫിഗർ നമ്മൾ എഴുതാതെ മെമ്മറിയിൽ എനിക്ക് ഇരിക്കാറില്ല. പലർക്കും പല രീതിയാവും. ഞാനൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇക്വേഷൻസും ഫിഗറൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ ഒന്ന് എഴുതി വെക്കും. ഇതാണെങ്കിൽ ഒരുമാതിരി കുറച്ച് ടഫുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഞാനൊന്ന് എഴുതി വെക്കാണ്. അപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി. അത് എടുക്ക് മറക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും റിവൈസ് ചെയ്ത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാനങ്ങനെയാണ് പഠിക്കാറ്. എൻ്റെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് പഠിക്കും, പിന്നെ അത് റിവൈസ് ചെയ്ത് നോക്കും, പിന്നെ അങ്ങനെ പിക്ചറും ഫിഗേഴ്സും അല്ലെങ്കിൽ ഇക്വേഷൻസൊക്കെ വരികയാണെങ്കിൽ ഞാനതൊന്ന് എഴുതി നോക്കും. ഇതാണ് എൻ്റെ ഒരു സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലർക്കും പല രീതിയാവും. എൻ്റേത് ഇങ്ങനെയാണ്. എന്നാൽ തന്നെ ഒരുപാട് മറന്നു പോകും, ചിലത് കിട്ടും, അങ്ങനെയൊക്കെയാണ്. എന്നാലും അൽഹംദുലില്ലാഹ് നന്നായി എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഉമ്മ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അത് കഴിച്ചിട്ട് കുറച്ച് നേരം ഫോണൊക്കെ സ്ക്രോൾ ചെയ്തിരുന്നു. പിന്നെ പായസം ഉണ്ടാക്കിയിരുന്നു. 2 hours later. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചധികം നേരം തന്നെ ബ്രേക്കൊക്കെ എടുത്ത് വീണ്ടും അടുത്ത സ്റ്റഡി സെക്ഷനിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പഠിച്ചത് റിവൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കി വെക്കാണ്, മറന്നില്ല എന്നൊക്കെ. പെട്ടെന്ന് മറക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കും. അപ്പോൾ ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇറ്റ്സ് നോർമൽ. കാരണം എല്ലാവർക്കും ഒരുപോലെ ആണല്ലോ. പഠിക്കുമ്പോൾ മറക്കുമ്പോൾ പഠിക്കാനാണ് അങ്ങനെ. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, മനുഷ്യനാണ്. ഇറ്റ്സ് നോർമലായിട്ടാണ് കാണുന്നത്. അപ്പോൾ തടി കയറുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെയും പഠിക്കും. അതാണ് പിന്നെ റിവൈസ് ചെയ്യാണ്. ഇപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിൽ ബോറടിച്ചപ്പോൾ ഒന്ന് ഗെയിം കളിക്കാൻ വിചാരിച്ച് കളിക്കണം. അപ്പം ചിലപ്പോൾ പഠിക്കുമ്പോൾ ഭയങ്കര ബോറടിക്കും. ഭക്ഷണം കഴിച്ചതല്ല, അപ്പോൾ അതും ബിരിയാണി. അപ്പോൾ ചിലപ്പോൾ ഉറക്കൊക്കെ വരും. അപ്പോൾ ബോറടിക്കുമ്പോൾ ഒന്ന് ഗെയിം കളിക്കാൻ ടാബിൽ തന്നെ ഒന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ലാസ്റ്റ് പിന്നെ നൈറ്റിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ കുറേ പഠിച്ചു, കുറേ റെസ്റ്റ് എടുത്തു, കുറേ ഗെയിം കളിച്ചു, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, കുറേ ബോറടിച്ചു അങ്ങനെ. പിന്നെ ലാസ്റ്റ് നൈറ്റിൽ ഒന്ന് പഠിക്കായിരുന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ ഈ കാണുന്ന യൂട്യൂബ് ചാനലിലത്തെ വീഡിയോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടികൾക്ക് വളരെ ഉപകാരം. KTU-CSE എന്ന് പറഞ്ഞാൽ അത് അടിപൊളി ക്ലാസ്സാണ് കേട്ടോ. നന്നായി മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലൊക്കെ പഠിക്കുന്നവർക്ക് ഈ ക്ലാസ് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എന്താ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു സ്റ്റഡി റുട്ടീൻ എന്ന് പറഞ്ഞാൽ. പ്രിറ്റി സിമ്പിളാണ്. പ്രത്യേകിച്ച് തന്നെ പഠിക്കും, ബോറടിച്ചാൽ ഗെയിം കളിക്കും, വെറുതെ ഇരിക്കും, ഫോണിൽ സ്ക്രോൾ ചെയ്യും. അതിനായിട്ട് പഠിക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയുക. പിന്നെ ഈ വോയിസിൻ്റെ ഇടയിലൊക്കെ എടുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ വോയിസ് ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടാകും. അതിവിടെ കുറേ ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.